بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യനായ മദീന ഇമാം അഷേഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയുടെ ഇന്നത്തെ അറഫ പ്രഭാഷണത്തിൻ്റെ പരിഭാഷയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അള്ളാഹുവിന് സർവ്വസ്തുതിയും. സർവശക്തനായ അള്ളാഹു വിശ്വാസികളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കി. അത് അവരുടെ പ്രധാനപ്പെട്ട 5 അർക്കാനുകളിൽ, ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളിൽ ഒന്നായി നിശ്ചയിച്ചു. മാത്രമല്ല അത് അവർക്ക് അത് നിർവഹിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തഖ്വ മുറുകെ പിടിക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു അടിമയുടെ ഏറ്റവും വലിയ രക്ഷാമാർഗം. പ്രധാനമായും അവൻ്റെ പരലോക വിജയത്തിൻ്റെ മാനദണ്ഡം തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ആ പരലോകത്തിൻ്റെ ആ അന്ത്യനാളിൻ്റെ പ്രകമ്പനം അതിഭയങ്കരമാണ്. ആ അന്ത്യനാളിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു കുഞ്ഞിന് മുല കൊടുക്കുന്ന മാതാക്കൾ ആ കുഞ്ഞിൽ നിന്ന് അശ്രദ്ധമായി പോകും. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ അവർ സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകും. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരെ പോലെ വതറന്നാസ സുക്കാറ വമാഹും ബി സുക്കാറ വലാകിൻ അദാബുല്ലാഹി ഷദീദ്. ജനങ്ങളൊക്കെ ഒരു ലഹരി ബാധിച്ചവരെ പോലെ അങ്ങേയറ്റം നിയന്ത്രണം വിട്ട ഒരു സ്വഭാവത്തിൽ കാണിക്കും. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ലഹരി ബാധിച്ചിട്ടില്ല. ആ ദിവസത്തിൻ്റെ ശിക്ഷ അതികഠോരമായതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള പ്രകൃതം അവൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തഖ്വ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിനുള്ള ഒരുക്കം നടത്തലാണ്. നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടും ആരാധനകൾ നടത്തിക്കൊണ്ടും കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ആ പരലോകത്തിനു വേണ്ടി ഒരുങ്ങലാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹജ്ജിൽ, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വ അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാണ്. അവൻ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ നിശ്ചയമായും അന്നസ്സാഅ ആതിയത്തുൻ ലാ റൈബ ഫീഹ. ആ അന്ത്യനാൾ എന്ന് പറയുന്നത് തികച്ചും യാതൊരു സംശയവുമില്ല, അത് വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ട എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നടത്തേണ്ട ഏറ്റവും വലിയ ഒരുക്കം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ പാടില്ല. എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വലാ യൻഫഉഹു. അവൻ യാതൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്തവരോടാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ദാലിക ഹുവൽ ളലാലുൽ മുബീൻ, ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അത് ഏറ്റവും വിദൂരമായ വഴികേടാകുന്നു. യദ്ഉ ലമൻ ളർറുഹു അഖ്റബു മിൻ നഫഇഹി. ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവം അടുത്തു വരുന്ന അത്തരം ശക്തികളോടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ലബീസൽ മൗല വ ലബീസൽ അഷീർ. അവർ എത്രമാത്രം മോശപ്പെട്ട യജമാനന്മാരാണ്, അവർ എത്രമാത്രം മോശപ്പെട്ട സഹവാസമുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ തന്നെ അതിൻ്റെ 12-13 വചനങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് അതേ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് താഴോട്ട് വീടുമോനെ പോലെ, അതല്ലെങ്കിൽ ഫതഖ്തഫു തൈറു ഔ തഹ്വി ബിഹി റിഹു ബി മക്കാനിൻ സഹീഖ്. വലിയ ഒരു കാറ്റിൽ, ആ കാറ്റ് അവനെ ഏതോ ഒരു വിദൂര ദിക്കിൽ കൊണ്ടുപോയി ഇട്ട പോലെ, അത് അതുപോലെ തന്നെയുള്ള ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോയവനെ പോലെ ആയിരിക്കും ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ഒരാളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികളായ ആളുകളുടെ അടയാളം അവർ മുവഹിദുകളായിരിക്കും, തൗഹീദുള്ളവരായിരിക്കും എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹജ്ജിൽ തന്നെ, ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു, നിങ്ങൾ അവൻ സർവസ്വവും സമർപ്പിക്കുക. വബശ്ശിരിൽ മുഖ്ബിതീൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് വിനയം കാണിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കണം. അല്ലദീന ദുക്റല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കപ്പെട്ടാൽ അവർ ഹൃദയങ്ങൾ വിറക്കും. വസ്സാബിരീന അലാ മാ അസാബഹും. അവർക്ക് സംഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും അവർ ക്ഷമ അവലംബിക്കും. വൽ മുഖീമിസ് സ്വലാത്തി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹുവിന് വേണ്ടി
എല്ലാ സമയങ്ങളിലും നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരും അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ സമ്പത്തുക്കളിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അഥവാ അതിൻ്റെ 5 റുക്നുകൾ ഇവയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, അതുപോലെ നമസ്കാരം, അതുപോലെ സക്കാത്ത്, അതുപോലെ തന്നെ നോമ്പ്, ഹജ്ജ് നിർവഹണം. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ റുക്നായി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ 5 റുക്നുകൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശക്തമായ താക്കീത് നൽകിയ ഒരു കാര്യമാണ് അവനെ ഭയപ്പെടണമെന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന വസ്തുതയെ ഭയപ്പെടുന്നവന് തീർച്ചയായും 2 സ്വർഗമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തിനായി ക്ഷമയോടുകൂടി എത്ര പ്രയാസപ്പെടുള്ള സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു മനുഷ്യന് കണക്കാക്കി സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ, ദുഃഖകരമായ അപകടങ്ങളിൽ അവന് അള്ളാഹുവിനെ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, പരിധിയില്ലാത്ത വിധം ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, അപ്രകാരം ആ ആടുമാടുകളെ, ഒട്ടകങ്ങളെ, ബലിയർക്കുന്ന മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഒരിക്കലും മാറ്റം വരാത്ത ചില നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രാപഞ്ചികമായ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും എല്ലാ ദൃഷ്ടാന്തങ്ങളിലും ഒരു വിശ്വാസി വിശ്വസിക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അവർക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നു, അവരുടെ വിപത്തുകൾ അള്ളാഹു തടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കടുത്ത വഞ്ചകനും അതുപോലെ നന്ദി കെട്ടവനുമായവനെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, വലയൻസുറല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹുവിനെ സഹായിക്കുന്നവനെ അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു അതിശക്തമാനും അതുപോലെ തന്നെ പ്രതാപവാനുമാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ വഹിയ ളാലിമ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വബിഇരിൻ മുഅത്തല വഖസ്രിൻ മശീദ്. എത്ര ഗ്രാമങ്ങളാണ് അവ അക്രമികളായതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത്. അതിന് മേൽക്കൂര തകർന്നടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായ കിണറുകൾ, അതുപോലെ തന്നെ ആൾ താമസമില്ലാത്ത കെട്ടുയർത്തപ്പെട്ട കോട്ടകൾ എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ. എത്ര ഗ്രാമങ്ങൾക്കാണ് നാം അവധി നൽകിയത്, ജീവിക്കാനുള്ള അവസരങ്ങളും സമയവും നൽകിയത്, പക്ഷേ അവർ അക്രമികളായി തീർന്നു. സുമ്മ അഖത്തുഹാ, പിന്നെ നാം അതിനെ പിടിച്ച് ശിക്ഷിച്ചു കളഞ്ഞു. വഇലയ്യൽ മസീർ, എല്ലാവരും തിരിച്ചു വരുന്നത് നമ്മളിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു നിർദ്ദേശം നൽകി. എന്താണത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിറിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നീ ഹജ്ജിന് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഹജ്ജിനെ കുറിച്ച് വിളംബരം നടത്തുക. അവർ കാൽനടയായും അതുപോലെ തന്നെ വാഹനപ്പുറത്തായും അവർ ഹജ്ജിനായി വന്നെത്തും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര പ്രദേശങ്ങളിൽ നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും ഈ ഹജ്ജിനായി അവർ കാൽനടയായും അതുപോലെ തന്നെ വാഹനപ്പുറത്തായും അവർ എത്തിച്ചേരും. ലിയഷ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്. അള്ളാഹു അവർക്ക് കൊടുത്ത ഭൗതികമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്ന് നന്ദിപൂർവ്വം ബലിയർക്കുന്നതിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഹജ്ജിനായി അവർ വിദൂര ദിക്കിൽ നിന്ന് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നഅം, അതെ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ള ഉപകാരപ്രദമായ പ്രയോജനങ്ങളെ അവർ അനുഭവിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കാൻ വേണ്ടിയും അതുകൊണ്ട് തന്നെ ഹജ്ജാജിമാരിത പല ദിക്കുകളിൽ നിന്നും ഈ മക്ക പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയും പടച്ചവന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ അവൻ്റെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അതുകൊണ്ട് തന്നെ ആ മഹത്തായ വീടിനെയും ആ വീടിൻ്റെ പരിസരങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഷിആറുകളെയും അവർ അങ്ങേറ്റം ബഹുമാനിക്കുന്നു. വൽ മസ്ജിദുൽ ഹറാം അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആകിഫു ഫീൽ ബാദി. ആ മസ്ജിദുൽ ഹറാം അത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വീടാണ്. അവിടെ സ്ഥിരമായി താമസിക്കുന്നവനും അവിടേക്ക് ഹജ്ജിനായി എത്തിച്ചേരുന്നവർക്കുമെല്ലാം അവിടെ തുല്യാവകാശമാണ്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ വല്ല അക്രമത്തിനോ
അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് മുതിരുകയാണെങ്കിൽ അവന് കഠിനമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വിധത്തിലും ഈ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവിടെ എത്തുന്നു. അവർ പ്രധാനമായും അള്ളാഹുവിനെ ഏകനായി അവൻ പ്രഖ്യാപിക്കുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന അവരുടെ പ്രഖ്യാപനത്തിലൂടെ പ്രപഞ്ചനാഥനായ അള്ളാഹു ഏകനാണെന്നും അവരെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. അതോടൊപ്പം ഷിർക്കിൻ്റെ എല്ലാ രൂപത്തിലുള്ള അടയാളങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കും. പരിപൂർണമായും ഷിർക്കിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഇത് ബവ്വന ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബിഹി ഷൈഅൻ വതഖിർ ബൈത്തി ലി ത്വായിഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ വീടിൻ്റെ സ്ഥലം, അതുപോലെ തന്നെ അള്ളാഹുവിൽ നീ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, എൻ്റെ വീടിനെ അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും നമസ്കരിക്കാൻ വരുന്നവർക്കും നമസ്കാരം റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും വേണ്ടി ഒരുക്കി വെക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് ആ വീട് വൃത്തിയുള്ളതായിരിക്കണം. ആ വീടിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അവിടെ അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല, അനാവശ്യമായ കുഴപ്പങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളോ അതുപോലെ തന്നെ കക്ഷിത്വത്തിൽ നടന്ന സന്ദേശങ്ങളോ അവിടെ ഒരിക്കലും അനുവദിക്കുന്നതല്ല. പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ അനുസരിച്ചുകൊണ്ട് എല്ലാ രൂപത്തിലും പുറത്തും ഉള്ളിലും പുറമേയും ബാഹ്യമായും ആന്തരികമായും ശുദ്ധി സ്വീകരിച്ചുകൊണ്ടും അള്ളാഹുവിനോടുള്ള കരാറുകൾ മുഴുവൻ പാലിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഹാജിമാർ ഹജ്ജിനെത്തുന്നത്. എല്ലാ അവകാശങ്ങളെയും എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ദാലിക വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി വ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി. ആരെങ്കിലും അള്ളാഹു ആദരിച്ചിട്ടുള്ളവയെ ആദരിക്കുന്ന പക്ഷം അത് അവൻ്റെ തഖ്വയുടെ ഹൃദയത്തിൻ്റെ ഭക്തിയുടെ അടയാളമാണ് എന്ന് വിശുദ്ധൻ എടുത്തു പറയുന്നു. വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹു ആദരിച്ചിട്ടുള്ള പവിത്ര സ്ഥലങ്ങളെയും വസ്തുക്കളെയും ആദരിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ ഭക്തി, അള്ളാഹുവിനുള്ള അങ്ങേയറ്റത്തെ ഭയപ്പാടുണ്ട് എന്നതിന് തെളിവാണ്. മാത്രമല്ല ഹജ്ജിൽ ഏറ്റവും മനോഹരമായി പ്രകടമാകുന്നത് പരസ്പരമുള്ള സഹായവും സൗഹൃദവും ഒത്തിണക്കവും സാഹോദര്യവുമാണ്. പരസ്പരം സഹായിക്കുവാനുള്ള പ്രവണത. എല്ലാ ഹാജിമാരും പല ഭാഗങ്ങളിൽ നിന്ന്, അവരുടെ വേഷങ്ങൾ പലതാണ്, അവരുടെ നാടുകൾ പലതാണ്, അവരുടെ നിറങ്ങൾ പലതാണ്, അവരുടെ എല്ലാ വൈവിധ്യങ്ങളോട് കൂടിയും അവർ ഏകസ്ഥലത്ത് ഏകോദര സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിച്ചും സാഹോദര്യവും സൗഹാർദ്ദവും പങ്കിട്ടുകൊണ്ടും അവർ ഹജ്ജ് നിർവഹിക്കുന്നു. മാത്രമല്ല അവർ അറുത്തിട്ടുള്ള ബലിമൃഗത്തിൻ്റെ മാംസം അൽ ബായിസ് അൽ ഫഖീർ വളരെ പാവപ്പെട്ടവർക്കും വളരെ വിഷമം അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് അവർ ദാനമായി കൊടുക്കുന്നു. മാത്രമല്ല അവർ പ്രവർത്തനങ്ങളിൽ നന്മ പ്രവർത്തിക്കുകയും വാക്കുകളിൽ സത്യസന്ധത പാലിക്കുകയും ചെയ്യും. വജുത്തനിബു ഖൗല സൂർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കളവ്, അതായത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ അവർ വെടിയും, അതുകൊണ്ട് നിങ്ങൾ വെടിയണം എന്ന കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. മാത്രമല്ല അറഫ ദിവസം അനുഗ്രഹീതമായൊരു ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു അവൻ്റെ മാലാഖമാരോട് പ്രത്യേകമായി മേനി പറയുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച്. ആ ദിവസമാണ്, അറഫ ദിവസമാണ് സത്യവിശ്വാസികൾക്ക് എന്നും മഹത്തായ ഓർക്കാൻ സാധിക്കുന്നൊരു വലിയ അനുഗ്രഹമായി ഇസ്ലാം മതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന മഹത്തായ വചനം അവതരിപ്പിക്കപ്പെട്ടത് അറഫയിലാണ്. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അദ്ദേഹമാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് തന്നെ ഈ അറഫയിൽ വന്നിട്ടുള്ള ആളുകൾ ആദ്യമായി ഇപ്പോൾ ളുഹറും അസറും ജമ്മും കസറുമായിട്ടാണ് നിർവഹിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം സൂര്യ അസ്തമയം വരെയും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടും അങ്ങേയറ്റം വിനയാന്വിതരായി അങ്ങേയറ്റം തഖ്വയോടെ ഈ സൂര്യാസ്തമയം വരെ അവർ അറഫയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടവരാണ്. പിന്നീട് അവർ ആ അറഫയിൽ നിന്ന് അവർ പുറപ്പെടുന്നത് മുസ്ദലിഫയിലേക്കാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ വദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറുഹു കമാ ഹദാക്കും വഇൻ കുൻതും മിൻ ഖബലിഹി മിനല്ലാലീൻ. നിങ്ങൾ അങ്ങനെ അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ നിങ്ങൾ
മഷ്അറിൽ ഹറാമിൽ വെച്ചത് മുസ്ദലിഫയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ മുസ്ദലിഫ പരിസരത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി ഓർക്കണം. അത് കുറുഹു കമ ഹദാക്കും, നിങ്ങൾക്ക് ഈ സന്മാർഗം, ഈ നേരായ മാർഗത്തിൽ നിങ്ങളെ ചേർത്ത് തന്നതിൽ നിങ്ങൾ അള്ളാഹുവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവനെ അനുസ്മരിക്കണം. വൈൻ കുൻതും മിൻ ഖബലിഹി ലമിന ളാലിൻ, മുമ്പ് യഥാർത്ഥമായ ആ സന്മാർഗം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കിയത് കൊണ്ടാണ് ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അറഫ ദിവസവും അതുപോലെ തന്നെ മുസ്ദലിഫ ദിവസത്തിലെയും ഇബാദത്തുകൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് 10 അന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പോകുന്നത് മിനയിലേക്കാണ്. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസു വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പിന്നെ ജനങ്ങൾ പുറപ്പെടുന്നതിലേക്ക് അവരോടൊപ്പം നിങ്ങളും മിനായിലേക്ക് പുറപ്പെടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. അത് അവിടെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് 4 കർമ്മങ്ങളാണ്. ഒന്ന് ജംറയിൽ എറിയുക, മറ്റൊന്ന് ബലികർമ്മം നടത്തുക, മൂന്നാമത്തേത് നിങ്ങളുടെ മുടിയെടുക്കുക. അത് മുടിയെടുക്കുന്നത് ഒന്നുകിൽ പൂർണ്ണമായി വടിച്ചു കളയുകയോ അതല്ലെങ്കിൽ അത് വെട്ടിച്ചെറുതാക്കുകയോ ചെയ്യാം, അതിന് അനുവാദമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സുമ്മൽ യഖ്ലൂ തഫസഹും, പിന്നെ അവരുടെ വൃത്തികേടുകൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ നീക്കം ചെയ്യുകയും, അതുപോലെ തന്നെ വൽ യൂഫൂ നുദൂറഹും, അവിടെ നേർച്ചകൾ പൂർത്തിയാക്കുകയും, വൽ യതവഫു ബിൽ ബൈത്തിൽ അതീഖ്, ഏറ്റവും പുരാതനമായ ആ പഴയ ആ വീടിനെ അവർ തവാഫ് നിർവഹിക്കുകയും ചെയ്യട്ടെ. അതാണ് തവാഫുൽ ഇഫാദ എന്ന് പറയുന്ന ദുൽഹജ്ജ് 10 തവാഫ്. അതുപോലെ തന്നെ അവിടെ ശാന്തത പാലിക്കണം, വളരെ സൗമ്യത കാണിക്കണം, അതുപോലെ തന്നെ അച്ചടക്കം പാലിക്കണം. ഒരിക്കലും തിരക്ക് കൂടാൻ പാടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം അവിടെ ട്രാഫിക് നിയമങ്ങളോ അതുപോലെ തന്നെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് വെച്ചിട്ടുള്ള വ്യവസ്ഥകളോ ഒന്നും തയ്യാറാക്കാൻ പാടില്ല. അതൊക്കെ പൂർണ്ണമായും നിങ്ങൾ അവിടെയുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് പൂർണ്ണമായും സഹകരണം കാണിക്കണം. കാരണം അത് എല്ലാ സഹോദരന്മാർക്കും സുഗമമായി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു സഹായമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ അനുസ്മരിക്കണം. വൈദാ ഖളൈത്തും മനാസിക്കും വദ്കുറുല്ലാഹ കദീക്രിക്കും ആബാഅക്കും വശദ്ദ ദിക്റ, നിങ്ങളുടെ ഹജ്ജിൻ്റെ അമലുകൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ധാരാളമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ മഹത്വങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ നിങ്ങൾ അനുസ്മരിക്കണം. അയ്യാമത്ത് ശരിക്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണത് പറയുന്നത്. അയ്യാമത്ത് ശരിക്ക് എന്ന് പറയുന്നത് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ്. അവിടെ 3 ദിവസവും ഹാജിമാർ ജംറകളിൽ എറിയണം. 7 കല്ലുകൾ വീതമാണ് എറിയേണ്ടത്. അത് യഥാർത്ഥത്തിൽ 3 ദിവസം എറിയണമെന്നാണ് ഏറ്റവും ഹജ്ജിൻ്റെ പൂർണ്ണമായ രൂപം. എന്നാൽ നേരത്തെ തന്നെ അവിടുന്ന് മടങ്ങണം എന്ന് അത്യാവശ്യമുള്ള ആളുകൾക്ക് 2 ദിവസം എറിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വദ്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്ത്, ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിക്കണം. ഇത് അയ്യാമത്തെ ശരിക്കിനെ കുറിച്ചാണ്. ഫമൻ തഅജ്ജല ഫി യൗമൈനി, 2 ദിവസങ്ങളിൽ ധൃതിപ്പെട്ടുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഫലാ ഇസ്മ അലൈഹി, അവന് കുറ്റമില്ല. ഒമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി, എന്നാൽ 1 ദിവസം കൂടി പിന്തിച്ച് 3 ദിവസവും കൂടി അത് പൂർത്തിയാക്കുന്നവർക്കാണെങ്കിൽ അവർക്കും കുറ്റമില്ല. ലിമൻ ഇത്തഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്. വത്തഖുല്ലാഹ വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പടച്ചവൻ്റെ അടുക്കലേക്കാണ് മരണാനന്തരം നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് തവാഫുൽ വിദാ ചെയ്തിരിക്കണം. ഹുജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത്ത അബീക്കും ഇബ്രാഹിം, അള്ളാഹു സുബ്ഹാനഹു വതആല മതത്തിൽ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മില്ലത്ത് ഇബ്രാഹീമിൻ്റെ മതമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഹജ്ജും അതുപോലെ തന്നെയാണ്. നമസ്കാരത്തെപ്പോലെ മറ്റ് ഇബാദത്തുകളെപ്പോലെ വളരെ എളുപ്പമുള്ള കർമ്മങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളമായി ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അനുഗ്രഹം വർഷിച്ച് വീഴുന്ന, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കടാക്ഷം ലഭിക്കുന്ന ഈ ദിവസം അള്ളാഹുവിനോട് കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നാം കൂടുതലായി അള്ളാഹുവിനോട് യാചിക്കുക. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജീബ് ലക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടൂ, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും ഞങ്ങൾക്ക് നൽകണമേ. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം
എടുത്തു പറയുകയാണ്. ഉലായിക ലഹും നസീബു മിമ്മാ കസബു, അവർ സമ്പാദിച്ച സൽക്കർമ്മങ്ങളിൽ വലിയൊരു ഓഹരി അവർക്ക് പ്രതിഫലമായിട്ടുണ്ട്. അല്ലാഹു സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് പടച്ചവനെ, നീ ഈ ഹാജിമാരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ, അവരുടെ എല്ലാ ആരാധനകളും നീ സ്വീകരിക്കണമേ, അവർക്ക് കൂടുതൽ എളുപ്പത്തോടു കൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിക്കുവാനുള്ള സൗകര്യം നൽകണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവരുടെ കുറ്റങ്ങളൊക്കെ നീ മായ്ച്ചു കളയണമേ. അതുപോലെ തന്നെ അവരുടെ സുഗമമായി സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഈ ഹജ്ജ് മുഴുവനെയും ഗുണങ്ങൾ നേടിയവരായി അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമേ. പടച്ചവനെ, സത്യവിശ്വാസികളായ ആളുകളുടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുക, അവരുടെ ഇടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ദുന്യവിയായ ഉഖ്റവിയായ ഈ ഐഹിക ജീവിതത്തിൻ്റെയും പാരത്രിക ജീവിതത്തിൻ്റെയും ക്ഷേമം അവർക്ക് നൽകണമേ. അതുപോലെ തന്നെ ഈ മഹത്തായ ഹജ്ജിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ ഖാദിമുൽ ഹറമൈൻ മലിക് സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിരീടാവകാശി വലിയ അഹദിഹി അമീർ സൽമാൻ ഇബ്നു മുഹമ്മദ് എന്നിവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തായ പ്രതിഫലം നൽകട്ടെ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. കാരണം അവർ ഈ ഹാജിമാർക്ക് ഒരുപാട് ത്യാഗങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഉദാരമായ നിലക്ക് ഇത്രയും വലിയ വിപുലമായ സൗകര്യങ്ങൾ ഈ സമൂഹത്തിനൊന്നാകെ ഇത്രയധികം ആളുകൾക്ക് ഏർപ്പെടുത്തിയ അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.